സാറേ അത്തപ്പൂക്കള മത്സരം തുടങ്ങി അവിടെ. അയ്യോ തുടങ്ങല്ലേ, നമ്മുടെ ബാങ്കിൽ നമ്മുടെ അത്തപ്പൂക്കളത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടേ ഈ അത്തപ്പൂക്കളത്തിന്റെ നടുക്ക് ഒരു ഉണ്ട ചാണകം വെക്കണം. അപ്പോൾ ജഡ്ജസ് നോക്കുമ്പോൾ നമുക്ക് പോയിന്റ് കൂടുതൽ കിട്ടുമെന്ന്. അതിനല്ലേ ഈ വീട്ടിൽ പുളയുന്ന ഞാൻ ഈ ഇവിടെ പരിസരം മൊത്തം അന്വേഷിച്ച് നടന്നൊരു ഫാമോ അല്ലെങ്കിൽ വീടോ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഒരു വീട് കിട്ടി പശുവുള്ളത്. വന്നേക്കുവാ സാറേ. പിന്നെ ഇതും കൊണ്ട് വരുമ്പം എൻ്റെ പ്രമോഷന്റെ കാര്യം കട്ടൻ ചായയിൽ നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കാം. ലൂസ് മോഷൻ അല്ല, പ്രമോഷൻ സാറേ ഞാൻ കൊണ്ടുവരും സാറേ. അയ്യോ സാറേ വേറൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ബാങ്കിൽ ദിവസേന ഒരുത്ത ലോണിന് വേണ്ടി കയറി ഇറങ്ങത്തില്ല ഒരു മുക്കട രാജൻ. അവന്റെ ഫാമാ ഇത്. ഇവൻ ചാണകം തരത്തില്ല. ഞാൻ തിരിച്ചു വരട്ടെ? അയ്യോ കൊണ്ടേ വരാവുള്ളോ. ശരി, പ്രമോഷന്റെ കാര്യം നോക്കണേ. 1 2 3 നന്ദിനി നക്കരുത്, ഞാൻ മൂക്കേറി പിടിച്ച് വലിക്കും. ഞാൻ പുളകൻ എന്റെ ചന്തി തൊടുമ്പോ നിങ്ങൾ എങ്ങനെ പുളകം കൊള്ളുന്ന? ഞാൻ വീട്ടിൽ പുളകൻ. എന്നാ ഞാൻ ജംഗ്ഷനിൽ രോമാഞ്ചം. വന്ന കാര്യം പറ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ബാങ്ക് മാനേജർ വീട്ടിൽ പുളകൻ. അല്ല മാനേജർ, എനിക്ക് മനസ്സിലായി. എന്താണാവോ വലിയ മാനേജർ ഈ പാവപ്പെട്ട ഒരു കർഷകന്റെ വീട്ടില്? അത് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ പശു എടുത്ത് തിന്നി ഞാൻ പരാതിയായിട്ട് അങ്ങ് വരും. അതല്ല, ഞങ്ങളുടെ ബാങ്കിന്റെ ഈ സോണലെല്ലാം കൂടെ ചേർന്നിട്ടേ ഈ അത്തപ്പൂക്കള മത്സരം നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അത്തത്തിന്റെ നടുക്ക് വെക്കാൻ വേണ്ടിട്ട് ഒരു ഉണ്ട ചാണകം വേണം. മുക്കട രാജ ഇച്ചിരി ചാണകം. അയ്യോ ഞാൻ മുക്കിയ ചാണകം വരില്ല, ഈ പശുവെ മുക്കിയാലേ ചാണകം വരും. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? ഞാൻ ബാങ്കിൽ ഒരു ലോണിന് വന്നപ്പോ സാറല്ലേ ആദ്യം എന്റെ അടുത്ത് ദേഷ്യം കാണിച്ചത്. അത് അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നോ? സാഹചര്യം എന്തോന്നു, സാർ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഞാൻ ഈ കരിമ്പം കടിച്ചോണ്ട് നിന്ന്. ഞാനൊരു ലോണിന് വേണ്ടി സാറിന്റെ ഓഫീസിലോട്ട് വന്നപ്പം അസിസ്റ്റന്റ് മാനേജർ സ്റ്റെല്ലയുടെ ചുണ്ടും സാറ് കടിച്ചോണ്ട് നിന്ന്. എടാ അവളുടെ കണ്ണിൽ ഒരു ചെറിയ കരട് പോയി, അത് എടുക്കുമായിരുന്നു. ആ ചെറിയ കരടിന്റെ വലിയ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറയുന്നില്ല. അല്ലേ നിനക്ക് ലോണ് കിട്ടാത്തതിന്റെ പ്രധാന പ്രശ്നം നിനക്ക് പശു ആണല്ലോ വേണ്ടത്. അപ്പൊ പശുവിനെ മേടിച്ചിട്ട് അതിന്റെ പാല് കറന്ന് എന്റെ ഓഫീസിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ലോൺ സാങ്ഷൻ ആക്കി തരും. എന്റെ ദൈവമേ, കക്കൂസിനൊരു ലോൺ അപേക്ഷിച്ചെങ്കിൽ ഞാൻ എന്തുകൊണ്ട് കാണിക്കണമായിരുന്നു? എന്തോ പറഞ്ഞേ? അല്ല, ഒരു കക്കൂസിന്റെ ലോണിന് വേണ്ടി എന്റെ അച്ഛൻ എത്ര തവണ ആ ബാങ്കിൽ കയറി ഇറങ്ങി രാവിലെ പൊതിച്ചോറും കെട്ടിക്കൊണ്ട് കയറി ഇറങ്ങുമായിരുന്നു. സാർ എന്തിനൊരു കക്കൂസിന്റെ ലോൺ കൊടുക്കാത്ത എന്താ കാര്യം? അച്ഛന്റെ കയ്യിൽ നിന്ന് ആ പൊതിച്ചോറ് അങ്ങ് പിടിച്ച് മേടിച്ച് വെച്ചായിരുന്നു, പിന്നെ കക്കൂസിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എന്നാലും എന്റെ അച്ഛനെ സാർ തൂറാൻ സമ്മതിക്കൂല. അങ്ങനത്തെ വൃത്തിയിട്ട് വാക്ക് ഉപയോഗിക്കരുത്. നീ ഇപ്പൊ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, അത് പറയാൻ തോന്നുവാണെങ്കിൽ നീ ഡങ്കിടുന്നെന്ന് പറഞ്ഞോ. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കമന്റ് പോലും ഇറക്കാം. സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ യൂട്യൂബിൽ കമന്റ് ഇടുന്നവരാരും ഡങ്കിടൂലേ സാറേ? അല്ല എല്ലാരും ഡങ്കിടുന്നവര് തന്നെ സാറേ. എന്റെ അച്ഛന്റെ വിഷമം എനിക്കേ അറിയാവൂ. അച്ഛൻ ഒരു കട്ടൻ പിടിയും വലിച്ചോണ്ട് ഈ വീടിന്റെ ചുറ്റും കിടന്ന് കറങ്ങി നടക്കുമായിരുന്നു, ബാത്റൂമിൽ പോകാൻ വഴിയില്ലാതെ. ബന്ധുക്കൾ വേറെ ആരുമില്ലേ? പെങ്ങളുട്ടിയുണ്ട്. എന്നാ അവളെ പോയി കാര്യം സാധിക്കരുതോ? അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് നഗരൂ കിടക്കണ എന്റെ അച്ഛൻ 2 ദോശയും തിന്നുകൊണ്ട് ഊട്ടി കിടക്കണ എന്റെ പെങ്ങളെ വീട്ടിൽ പോയി ഡങ്കിടണം എന്നല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. സാറിന്റെ ഡങ്കിടൂലേ? ഞാൻ ചിലപ്പോ ഡങ്ങോട് ഡങ്കാണ്. അതുകൊണ്ട് പിള്ളേർത്തോണ്ടിരിക്കുന്ന മണിയമാമൻ ഡങ്ക് ഡക്ക ഡടക്ക് ഡക്ക ഡങ്ക് ഡക്ക ഡടക്ക്. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ഇല്ല സാറേ, പശുവിനെ നോക്കുന്നതുകൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. അത് പറ. നീ ബാങ്കിൽ ലോണിന് വന്നപ്പോ ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന സ്റ്റാഫ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ മുക്കട രാജൻ. ഏജ് ചോദിച്ചപ്പോഴോ? ഞാൻ പറഞ്ഞല്ലോ കന്നിയില് 46. സെക്സ് ചോദിച്ചപ്പോഴോ? ഒറ്റയ്ക്ക് എങ്ങനെ CCTV ക്യാമറ ഇല്ലേ എന്ന് പറഞ്ഞു പോയി. ഇതാണ് കുഴപ്പം, മനസ്സിലായി? ഇതുകൊണ്ടാണ് നിനക്ക് ലോണ് കിട്ടാത്തത്. എടാ ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അത് ഞങ്ങൾക്ക് വേണം. സാറേ ആകെ ഉള്ള ഒരു പ്രൊസീജിയറാണ് ഈ തൂങ്ങി കിടക്കുന്നത്, അത് പൊത്തതാണ്. ഇനിയിപ്പോ വേറെ പ്രൊസീജിയർ വേണമെങ്കിൽ നമ്മുടെ ഓണത്തിൽ ഒരെണ്ണം ഞാൻ മേടിച്ചു വെച്ചോണ്ട് അതെടുത്തോണ്ട് വന്നാൽ മതി. അതുകൂടെ കൊണ്ട് കാണിച്ചാലോ തരുമോ? എടാ അതല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ പൊതുജനങ്ങള് ബാങ്കിൽ ഒരു വിശ്വാസം കാണിക്കണം, മനസ്സിലായില്ലേ? സാറേ ബാങ്കിന് പൊതുജനത്തിലാണ് വിശ്വാസം ഇല്ലാത്തത്. അല്ലെങ്കിൽ ആ അപേക്ഷ എഴുതുന്നിടത്ത് വെച്ചേക്കുന്ന പേന ആരെങ്കിലും നൂലിക്കെട്ടി തൂക്കി വെക്കോ? ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. എടാ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലോ ജംഗ്ഷനിലുള്ള സുമതിക്ക് ഞങ്ങൾ ലോൺ അനുവദിച്ചു കൊടുത്തത്. ലോൺ അനുവദിക്കൊണ്ട് സാറിന്റെ ബന്ധു ആയതുകൊണ്ടായിരിക്കും സുമതിക്ക് കൊടുത്തത്. അവൾ ഉഗ്ര ഫാഷൻ ഡിസൈനിങ് പഠിച്ച പെണ്ണല്ലയോ? തയ്യക്കാരി തന്നെ. ഞാൻ ഒരു പാന്റിന്റെ സിപ്പ് അടിക്കാൻ വേണ്ടി കൊടുത്തു സുമതിയില്. അപ്പൊ സുമതി നോക്കിയപ്പോ മുട്ടിൽ സിപ്പ് അടിച്ച് വെച്ചേക്കണ്. എനിക്ക് മുട്ട് വെച്ച് പെടുക്കാൻ അറിഞ്ഞൂടാ. സാറിന് മുട്ട് വെച്ച് പെടുക്കാൻ അറിയാവുന്നതാണ് സാർ ലോൺ അനുവദിച്ചത്. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. സാറേ സാറേ ഇല്ല ചാണകം ഇപ്പൊ കിട്ടും സാറേ. ഞാൻ കൊണ്ടുവന്നിട്ട് പ്രൈസ് അത് വെക്കാവുള്ളൂ കേട്ടോ.
ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എടാ ഇറക്കാ ഒരുണ്ട ചാണകം ഇങ്ങ് താടാ. സാറേ അത് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. എന്റെ സണ്ണി ലിയോൺ വിചാരിച്ചെങ്കിലും കാര്യം നടക്കൂ. സണ്ണി ലിയോണോ? ഓ എന്റെ പശുവിന് ഞാൻ ഇട്ടേക്കണ പേരാണ് സണ്ണി ലിയോൺ. അതായത് സണ്ണി ലിയോണിന്റെ ഭയങ്കര ആരാധകനാണ് ഞാൻ. കൊച്ചിയിൽ വന്ന സമയത്ത് സണ്ണി ലിയോണിനെ കാണാൻ വേണ്ടി ഞാൻ പോയി ഒരു മോതിരം കൊണ്ട്. അവന്മാർ കാണാൻ സമ്മതിച്ചില്ലെന്ന്. ഞാൻ നേരെ ഈ എത്തിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് ആ മോതിരം എടുത്ത് ഈ പശുവിന്റെ കൊമ്പിലിട്ടിട്ട് പേരങ്ങിട്ട് സണ്ണി ലിയോൺ. പിറ്റേന്ന് രാവിലെ എന്റെ സണ്ണി ലിയോണിനെ ഞാൻ ഓസടിച്ച് കുളിപ്പിക്കുന്ന കാണാൻ എത്ര കിളവന്മാരാണ് ഇവിടെ ഒന്ന് ക്യൂന്നെന്ന് അറിഞ്ഞോ? സണ്ണി പശുവാണെന്ന് അറിഞ്ഞപ്പോ എന്നെ ചീത്ത വിളിച്ചിട്ട് ഓടിക്കണം. ഇത് പെട്ടെന്ന് വരാനേ ഈ പാട്ടൊക്കെ കേൾപ്പിച്ച പാല് ചുരത്തുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ പാട്ട് കേൾപ്പിച്ച ഇത് വല്ലതും നടക്കുവോ? എന്റെ പൊന്നു സാറേ ഇത് അറിഞ്ഞോണ്ട് പാല് ചുരത്താൻ വേണ്ടി ഞാൻ ഒരു റേഡിയോ മേടിച്ച് ഇവിടെ കെട്ടിത്തൂക്കി. ഇത് ഈ പശു എടുത്ത് തിന്നെന്ന്. എന്നിട്ട് എന്തോന്ന് ഇപ്പൊ പശുവിന്റെ അകിടി തട്ടുമ്പം ആകാശവാണിയും കൊമ്പി തട്ടുമ്പോ FM ചിലപ്പോ നിന്ന് ഇറക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ എന്റെ അച്ഛനാണെങ്കിലേ ഈ കഴിപ്പ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന വെച്ചാൽ അടുക്കും ചിട്ടയോടെ കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. ഭയങ്കര ചിട്ട തന്നെ സാറേ. ഞാനും കൂടെയാണ് പോയതന്ന്. എന്തോത്തിന്? അതായത് ആറ്റുംപാലെന്നും പറഞ്ഞ് റബ്ബർ പാലെടുത്ത് കുടിച്ച് പുള്ളി. എന്നിട്ട് വയറ് സ്കാൻ ചെയ്തപ്പോ ഞാൻ കണ്ട് 2 കൊക്കോപ്പുഴു, ഒരു കൊക്കോപ്പുഴു ഇന്ന് റബ്ബർ ഷീറ്റ് അടിക്കുന്നു, ഒരു കൊക്കോപ്പുഴു റബ്ബർ ഷീറ്റ് എടുത്തോട്ട് ഉണക്കാനായിട്ട് ഇടുന്നു. ഒരുണ്ട ചാണകം കിട്ടാൻ ഞാൻ എന്തോ ചെയ്യണമെന്ന് പറ സാർ. എനിക്ക് ലോൺ തരുമെന്ന് ഉറപ്പ് തരും. ലോൺ കിട്ടിയ ചാണകം തരുമോ? ഒരു കാര്യം ചെയ്യും, ഈ ഓണം കഴിയുന്ന ഓണം ആദ്യ താഴ്ച ലോൺ ഞാൻ പാസ്സാക്കും. ഉറപ്പാണ്? ഉറപ്പ്. ഇപ്പോഴാണ് സാറേ സാറായത്. ഞാൻ എവിടെന്നെങ്കിലും ഒരുണ്ട ചാണകം എടുത്തോണ്ട് വരാം. നോക്കിട്ട് വാ, പെട്ടെന്ന് വാ സാറേ. ചാണകം ഇപ്പൊ കിട്ടും, ഞാനങ്ങ് വരാം. വരണ്ടാന്നോ? അത്തപ്പൂക്കള മത്സരം കഴിഞ്ഞോ? അയ്യോ അവർക്ക് ഫസ്റ്റോ? അയ്യോ സാറേ അപ്പൊ എന്റെ പ്രൊമോഷൻ എന്തോ ചെയ്യും? കട്ടൻ ചായയിൽ നാരങ്ങാപ്പളം പിഴിഞ്ഞു കുടിക്കാൻ. ലൂസ് മോഷൻ അല്ലെന്ന് സാറേ, പ്രൊമോഷൻ കട്ട് ചെയ്ത്. അയ്യോ എന്താ പ്രൊമോഷനും പോയി. എന്തുവാ ചാണകം വന്ന് അല്ലെങ്കിൽ തിരിച്ചു കയറി പോയിട്ട് അടുത്ത ഓണത്തിന് വരാൻ പറയടാ. അല്ല അങ്ങനെ പോകില്ല സാറേ. ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. കട്ടൻ ചായയിൽ ഇച്ചിരി നാരങ്ങാവെള്ളം പിഴിഞ്ഞു കൊറ പ്രൊമോഷൻ.